ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു സ്കൂളുള്ള ദിവസത്തെ തിരക്ക് പിടിച്ച രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോഴത്തേക്കും ഉമ്മ പുട്ടുണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരിയും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പണികളൊക്കെ നോക്കണം, കറികൾ ഉണ്ടാക്കണം, അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ലഞ്ചിന് കറിയായിട്ട് ക്യാരറ്റ് ഒലത്തിയതും അതേപോലെ കോവയ്ക്ക ഫ്രൈ ചെയ്തും കൊടുത്തു എന്നാണ് വിചാരിച്ചത്. ഇവിടെ കോവയ്ക്ക വാങ്ങിച്ച് എപ്പോൾ ഒലത്തിയാലും അതിന് യാതൊരുവിധ ചിലവും ഉണ്ടാവാറില്ല. പിന്നെയാണ് ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കാൻ നോക്കിയത്. ഇപ്പം നല്ല ചിലവുണ്ട് കേട്ടോ. ഇപ്പം എത്ര കഴിക്കാത്തവരും കഴിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ചെറിയ മക്കളൊക്കെ കോവയ്ക്കൊക്കെ ഇതുപോലെ ഒലത്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു നോക്കിട്ടാ, എന്തായാലും കഴിക്കും. എങ്ങനെയായാലും വെജിറ്റബിൾസൊക്കെ ഒന്ന് കുറച്ചെങ്കിലും അകത്ത് ചെന്നാൽ മതിയല്ലോ. പിന്നെ ഈ ഒലത്തി കഴിക്കണ അത്രയൊന്നും ഇതുണ്ടാവില്ല, ഫ്രൈ ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴെന്ന് അറിയാം. പക്ഷെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണമല്ലോ. അപ്പം എന്തായാലും ബെറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് അരിയാൻ വേണ്ടിയിട്ട് ഏതായാലും ചോപ്പർ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി നമ്മൾ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചോപ്പ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ അരിയണ പണി രാവിലത്തേക്ക് ആക്കാറുള്ളൂ. അതല്ല ബീൻസ്, പയർ, വെണ്ടയ്ക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് തലേന്ന് അരിഞ്ഞു വയ്ക്കും. ഉമ്മ അരിഞ്ഞു വയ്ക്കും, എനിക്ക് സമയം കിട്ടിയെങ്കിൽ ഞാൻ അരിഞ്ഞു വയ്ക്കും. അങ്ങനെ എനിക്ക് സമയം കിട്ടിയാൽ വളരെ കുറവാണ് അരിയിലൊക്കെ. അരിയണ പണിയൊക്കെ കൂടുതൽ ഉമ്മ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ക്യാരറ്റ്, ബീട്രൂട്ട് അതൊക്കെ നമുക്ക് ചോപ്പറിൽ ചോപ്പ് ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ അതൊന്നും തലേന്ന് ചെയ്ത് വെക്കാറില്ല കേട്ടോ. പിന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം, ഒരു ചോപ്പർ വേറെ നേരത്തെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, അനിയത്തി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെന്താ പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ അത് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയും അത്യാവശ്യം റേറ്റൊക്കെ ഉള്ള സാധനമായിരുന്നു. ഈ സെയിം സാധനം തന്നെ എൻ്റെ വീട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ഇതുവരെ യാതൊരു പ്രശ്നമില്ല. അപ്പം പിന്നെ മനസ്സിലാക്കാമല്ലോ എൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത്രയും നാൾ ചോപ്പർ യൂസ് ചെയ്യാതെ ഇരുന്ന ഞാൻ അന്ന് കിട്ടി കുറച്ച് നാൾ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം അങ്ങനെ പോയി. പിന്നെ ഞാൻ ഒരെണ്ണം കടയിൽ നിന്ന് വാങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ബട്ടർഫ്ലൈയുടെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ആദ്യം വാങ്ങിച്ച സമയത്ത് നല്ല മണ്ടത്തരം പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ചോപ്പറിൻ്റെ ബ്ലേഡിനകത്ത് അത് കവർ ചെയ്യണ രീതിക്ക് 2-3 ക്യാപ്പ് ഉണ്ടായിരുന്നു. ആ ക്യാപ്പുള്ള അരിയൊന്നും ആദ്യം എനിക്കറിയില്ല, നമുക്കിതൊന്നും അങ്ങനെ ഉപയോഗിച്ച് പരിചയമില്ലല്ലോ. പിന്നെ അവൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യണതായിരുന്നു കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ വലിക്കണതും. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഞാൻ കടയിലേക്ക് വിളിച്ച് മിസ്റ്റേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഈ ബട്ടർഫ്ലൈയുടെ ഐറ്റം കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കൊണ്ടുവരാനൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു ഇത് തന്നെയാണ് പ്രശ്നം. പിന്നെ ആ ബ്ലേഡിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷടപടയെന്ന് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് 3 അടുപ്പിലായിട്ട് 3 ചീഞ്ചട്ടിയും അതുപോലെ പാനും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് നമ്മൾ ക്യാരറ്റ് ഒലുത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നടുക്കുള്ളതിൽ പയർ ഒലുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചെറുപയർ ഉമ്മ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒലുത്താൻ വേണ്ടിയിട്ടുള്ള നടുക്ക് ചെറിയ അടുപ്പിൽ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ വ്ളോഗ്സിൽ, ഈ നടുക്കുള്ള അടുപ്പ് നമ്മൾ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. കാരണം വളരെ ചെറിയ തീയുമാണ്. പിന്നെ നമ്മൾ 2 അടുപ്പിൽ സാധനം വരുമ്പോഴാണല്ലോ നടുക്കുള്ള അടുപ്പിലിട്ട് വെക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ 2 അപ്പുറം ഇരിക്കുമ്പോൾ കൈ പൊള്ളാനും ഒക്കെ സാധ്യതയുണ്ട്, നല്ല റിസ്ക്കുമാണ്. പിന്നെ ഇങ്ങനത്തെ രാവിലത്തെ പണികളും അതുപോലെ റമദാനിലെ പണികളൊക്കെ വരുമ്പോഴാണ് കൂടുതലും നടുക്കുള്ള അടുപ്പ് യൂസ് ചെയ്യാറ്. അതല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ. പിന്നെ നമ്മൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലൊക്കെ മാറിയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വെച്ച് തീ കുറച്ചിട്ടിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമുക്ക് എന്തായാലും യൂസ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പഴയ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എളുപ്പത്തിൽ പണി തീർക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാത്ത രീതിയിൽ എല്ലാം റെഡിയാക്കി ചെയ്യാമെന്നുള്ളത്. അതായത് ഗ്യാസ് വെറുതെ കത്തിച്ചിടണം എന്നല്ല കേട്ടോ, ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഒരു ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ അത് ആ അടുപ്പിന് റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വയ്ക്കുന്ന രീതി വരാതെ ഓരോന്നെടുത്ത് വാങ്ങണ അനുസരിച്ച് മറ്റേത് അടുത്തത് കയറ്റി വയ്ക്കാൻ പാകത്തിന് എല്ലാം റെഡിയാക്കി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണി കഴിയും. ഞാൻ അങ്ങനെയാണ് പണി തീർക്കാറ്. എന്നാലും ഇടയ്ക്കെങ്കിലും ഒന്ന് മറന്നു പോകും, അടുത്തൊരു സംഭവം വയ്ക്കാനുള്ളതാലോ, അപ്പോൾ പിന്നെ അത് ഓഫ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് എന്നാലും മറന്നു പോകും. ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മറന്നു പോകും. എന്നാലും മാക്സിമം അപ്പം കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പയർ വാങ്ങി കഴിഞ്ഞിട്ട് അപ്പം തന്നെ എനിക്ക് പുട്ടിനുള്ള വെള്ളം വയ്ക്കായിരുന്നു. ആ തീ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി, ഞാൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓണാക്കിയിട്ടാണ് വെള്ളം വെച്ച് കൊടുത്തത്. അപ്പോൾ മിക്കവാറും കൂടുതലും ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ നമുക്ക് ഓൾറെഡി ഈ കുമ്പത്തിലുള്ള കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് അതിലും ഉണ്ടാക്കും. അതെടുത്ത് എല്ലാ ഈ പീസുകളും കഴുകി എടുക്കാനുള്ള മടി കൊണ്ടാണ് കൂടുതലും അത് എടുക്കാത്തത്. അപ്പോൾ പിന്നെ ഇന്നേതായാലും അതിലുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ അടുപ്പിൽ നമ്മൾ കോവയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ടൊരു പാനും വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കോവയ്ക്ക അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിഞ്ഞു. ഇനി ഇപ്പോൾ കരിഞ്ഞു എന്ന് വെച്ചാലും കുഴപ്പമില്ല, ആ കരിഞ്ഞതിൻ്റെ അടുത്തെത്തണ ആ ഒരു പരുവത്തിൽ കൊടുത്താൽ കേട്ടോ പിള്ളേർക്ക് ഇഷ്ടമുള്ളൂ. ഇനിയിപ്പോൾ കരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് പ്രശ്നമുള്ളൂ, പിള്ളേർക്ക് ഒന്നും പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ കൊടുത്തു തുടങ്ങിയപ്പോൾ കോവയ്ക്കൊക്കെ നല്ല ചിലവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കോവയ്ക്ക വാങ്ങിക്കലേ ഉണ്ടായില്ല.
പിന്നെ ഇപ്പോൾ അപ്പത്തിൻ്റെ മാവ് എടുക്കണം എന്താണെന്ന് വെച്ചാൽ പുട്ടിൻ്റെ പൊടി തലേന്നത്തെ കുറച്ചുണ്ടായിരുന്നു, വേറെ നമ്മൾ വാട്ടി പൊടിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അപ്പത്തിൻ്റെ മാവും ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ടും തീർന്നും പൊക്കോളും, ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കില്ല. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കുകയും വേണ്ടല്ലോ, അന്ന് അത് മതിയായിരുന്നു. അത്യാവശ്യം 2-3 പുട്ടിനും കിട്ടി. 2-3 വെച്ചാൽ കുമ്പത്തിലുള്ള ഒരു പുട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 3-4 അപ്പത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് മതിയല്ലോ. അങ്ങനെ പുട്ടുണ്ടാക്കാൻ വെച്ചതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ തേങ്ങയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയപ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാതെ അപ്പം ചുടാനുള്ള പാനും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുട്ടും നമ്മുടെ വെന്തിട്ടുണ്ടായിരുന്നു, അതും വാങ്ങി. പിന്നെ അടുപ്പിൽ വേറെ ഒന്നും വയ്ക്കാനില്ലാത്തതുകൊണ്ട് തന്നെ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ ഓരോരുത്തരായിട്ട് എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മൂനെ വിളിച്ച് കഴിഞ്ഞാൽ അവൻ വേഗം തന്നെ എണിച്ചോളും. ഐശുവിനെ കുറേ സമയം വിളിക്കേണ്ടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് വന്നു കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഇങ്ങനെ ഇളക്കിയൊക്കെ അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അവനക്ക് ഇഷ്ടമുള്ള വളരെ ഇഷ്ടമുള്ള ഐറ്റം ആയതുകൊണ്ടാണ് കേട്ടോ അതിനകത്തിട്ട് പണിയണത്. കോവയ്ക്ക് അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അതുകൊണ്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണതാണ്. അതങ്ങനെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അപ്പം ചുടാനുള്ള പാനും ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അപ്പം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിലും തന്നെ ഇങ്ങനത്തെ സാധാ നമ്മൾ അപ്പം മാവ് കലക്കിയിട്ടുള്ള അപ്പം ചുടണം ഞാൻ ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതലും കാണിച്ചേക്കുന്നത് നമ്മൾ തലേന്ന് അരി അരച്ച് വെച്ചിട്ട് അപ്പം ചുടുന്നതാണ് കാണിച്ചേക്കുന്നത്. ഇതങ്ങനെ കാണിക്കലില്ല. ഇന്നിപ്പോൾ എന്തായാലും അതാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ തലേന്ന് അരിയുടെ വെള്ളത്തിലിടാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഓൾറെഡി ഫ്രിഡ്ജിൽ അപ്പത്തിനുള്ള കുറച്ച് മാവും പുട്ടിൻ്റെ പൊടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3-4 അപ്പത്തിനുള്ള ഉണ്ടായിരുന്നു, അതും ചുട്ടെടുത്തു. പുട്ടിൻ്റെ പൊടി ഉള്ളതനുസരിച്ച് പുട്ടും ചുട്ടെടുത്തു. അങ്ങനെ രണ്ടും തീർന്നിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് അത് ഒഴിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്ക ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും മതിയും തോന്നി. ഇനി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അത് വേഗം തന്നെ കോരി എടുത്തു. അപ്പോൾ എന്തായാലും കോവയ്ക്ക ഒലത്തി തോരനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാത്ത മക്കൾക്കാണെങ്കിൽ ഇതുപോലെ എന്തായാലും ചെയ്തു കൊടുത്തോ, എന്തായാലും നല്ല ചേഞ്ച് ഉണ്ടാവും. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. സാധാരണ പോലെ നമ്മൾ മീനിനൊക്കെ മുളക് വരട്ടിനായിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് ഫിഷ് മസാലയൊക്കെ ചേർത്ത് ഒരു ടേസ്റ്റിന് ചേർക്കും. പക്ഷെ ഞാനൊന്നും ചേർക്കാറില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ചേർക്കാറുള്ളൂ. എന്നെക്കാളും കൂടുതൽ ഈ കോവയ്ക്ക കരിഞ്ഞിട്ട് മുളക് വരട്ടി വെക്കണത് ഉമ്മായ കേട്ടോ. അപ്പോൾ ഉമ്മ എന്തായാലും അതൊന്നും ചേർക്കില്ലെന്ന് എനിക്കറിയാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് തിരുമ്മി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് സാധാരണ പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മുടെ അപ്പങ്ങളും ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഐശുവിൻ്റെ ഒക്കെ കുളി കഴിഞ്ഞിട്ട് പഠിക്കാനാണെന്നും പറഞ്ഞു ഒരു ബുക്കും ഫ്രണ്ടിൽ തുറന്നു വെച്ചിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എൻ്റെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഞാൻ പഠിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ തുറന്നു വെച്ചേക്കണതാണ്, അല്ലാണ്ട് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല. അങ്ങനെ അത് അവൾ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മമ്മൂൻ്റെ ഷർട്ടും അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അയൺ ചെയ്യാൻ എനിക്ക് മമ്മൂൻ്റെ മാത്രമാണ് ഉണ്ടാവാറുള്ളൂ ഈ കഴിഞ്ഞ വർഷം വരെ. കാരണം ഐശുവിൻ്റെ ഒക്കെ ഫ്രോക്ക് പോലത്തെ ഡ്രസ്സാണ്, അങ്ങനെ അയൺ ചെയ്യേണ്ടി വരാറില്ല. പിന്നെ ഇനി ഈ വർഷം മുതൽ ഐറൂൻ്റെയും കൂടെ ചെയ്യേണ്ടി വരും. കാരണം ഐറൂനും ഷർട്ടും സ്കേർട്ടും കേട്ടോ. അപ്പോൾ അതും 2 എണ്ണം അയൺ ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ടും കൂടെ ആയതുകൊണ്ട് ഇനി രാവിലെ ചെയ്യൽ നടക്കുമെന്ന് അറിയില്ല, തലേന്ന് ചെയ്ത് വെക്കേണ്ടി വരും ഇൻഷാല്ലാ, എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഇരുന്നുകൊണ്ട് അയൺ ചെയ്യണം, ഇത്ര കഷ്ടപ്പെട്ട് ഇരുന്നുകൊണ്ട് അയൺ ചെയ്യണം എന്താണെന്ന് എല്ലാവരും വിചാരിക്കുമായിരിക്കും. സത്യം പറഞ്ഞാൽ അയൺ ചെയ്യണ സമയത്തെങ്കിലും ഒന്ന് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിരിക്കണതാണ് കേട്ടോ. ഇരുന്നുകൊണ്ട് ചെയ്യണ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ചോറിട്ടിട്ട് ചെറിയൊരു പാത്രത്തിലാക്കി ക്യാരറ്റ് വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ക്യാരറ്റൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് താല്പര്യമില്ലാത്ത സാധനമല്ലോ. അപ്പോൾ പിന്നെ ചോറിൻ്റെ കൂടെ വെച്ച് അത് മിക്സായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറും ക്യാരറ്റും കൂടെ ഒരുമിച്ച് കളയും. അതിനേക്കാളും ഭേദം വേറൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കഴിച്ചോളും. പിന്നെ കോവയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ കിട്ടിയാലും കഴിച്ചോളും. ഇപ്പോൾ ചോറിൽ മിക്സ് ആയാലോ മിക്സ് ആയില്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കഴിച്ചോളും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ച് കൊടുത്തു. മറ്റേത് നമ്മളൊരു ചെറിയ പാത്രത്തിലാക്കി വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ലഞ്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്നാക്സ് മമ്മൂൻ്റെ മാത്രമാണ് പാക്ക് ചെയ്യാനുള്ളൂ. ഇനി 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്നാക്സ് ബോക്സ് പാക്ക് ചെയ്യേണ്ടി വരും, മമ്മൂൻ്റെ ഐറൂൻ്റെയും. ഐശു 5ാം ക്ലാസ്സിലായതുകൊണ്ട് സ്നാക്സ് ഒന്നും വേണ്ട, 2 വരെയാണ് സ്നാക്സ് അലൗഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആകെ ഉള്ളത് പഴമായിരുന്നു. 2 ചെറുപഴം ഞാൻ വെറുതെ എൻ്റെ ഒരു സമാധാനത്തിന് വെച്ചതാണ്. ഒരെണ്ണം തിരിച്ചും കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നട്ട്സും ഉണ്ടായിരുന്നു. നട്ട്സൊന്നും അങ്ങനെ എന്നും ഉണ്ടാവാറില്ല, അന്നുള്ളതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ചുരുക്കം മാത്രം കേട്ടോ ഇങ്ങനെ ലഞ്ച് ഒരൊറ്റ പാത്രത്തിൽ ഒതുങ്ങാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പാത്രമൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ചെറിയ പാത്രമായതുകൊണ്ട് അത് ചോറിൻ്റെ കൂടെ തന്നെ വെച്ചതുകൊണ്ട് പിന്നെ വേറെ സെപ്പറേറ്റ് ഒരു പാത്രം പോലെ വന്നിട്ടുണ്ടായില്ല. പിന്നെ എല്ലാം എടുത്ത് അവരുടെ ബാഗിലേക്ക് പാക്ക് ചെയ്തൊക്കെ വെച്ച് കൊടുത്തു. ഐശുവിൻ്റെ അവൾ തന്നെ വെച്ചോളൂ കേട്ടോ. പിന്നെ മമ്മൂൻ്റെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐറു ഉറക്കത്തിൽ നിന്ന് നനച്ചിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ ഇരുന്ന് പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്കൻവാടി പോകേണ്ടതാണ്, അങ്കൻവാടിയിലൊക്കെ വല്ലപ്പോഴേ പോകാറുള്ളൂ. പിന്നെ ഞാനും അത്ര നിർബന്ധിക്കാറൊന്നുമില്ല. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കലില്ലല്ലോ, അതുകൊണ്ട് ഞാനും അങ്ങനെ വലിയ നിർബന്ധിച്ചൊന്നും വിടാറില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിള്ളേരെ കൊണ്ടുവന്ന് വിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ബെഡൊക്കെ ആകെ കുളമായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാക്കി. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.